അപ്പൊ ദൈവം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിനെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിലും, ആ ദൈവത്തെ ആസ്വദിക്കണമെന്നുണ്ടെങ്കിലും, അനുഭവിക്കണമെന്നുണ്ടെങ്കിലും, മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിനകത്തേക്ക് ആ ദൈവിക ആസ്വാദനത്തെയും അനുഭവത്തെയും നമുക്ക് പങ്കുവെക്കാൻ പറ്റണമെന്നുണ്ടെങ്കിലും ഈ എനർജി സ്റ്റിമുലേഷനെ കുറിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പൊ എനിക്ക് ദൈവത്തെ ആസ്വദിക്കാൻ പറ്റുമോ? ആസ്വദിക്കാൻ പറ്റും. അനുഭവിക്കാൻ പറ്റുമോ? അനുഭവിക്കാൻ പറ്റും. എങ്ങനെ? ഈ എനർജിയെ നമ്മൾ മനസ്സിലാക്കണം. അത് യൂണിവേഴ്സൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഒരു ജീവ ചൈതന്യമാണ്. അതിനെ നമുക്ക് പല രീതിയിൽ നമ്മുടെ ആസ്വാദനത്തിന് വേണ്ടിയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അതൊരു സയൻസാണ്. അപ്പോ എന്റെ ഉള്ളിലും ആ ദൈവ ചൈതന്യമുണ്ട്, ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ ഉള്ളിലും ആ ദൈവ ചൈതന്യമുണ്ട്. അപ്പൊ ആ ദൈവ ചൈതന്യത്തെ ആസ്വദിക്കാനും അനുഭവിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഈ സയൻസിനെ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ എങ്ങനെ ആ വൈബ്രേഷൻ, എനർജി വൈബ്രേഷൻ